എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുവാൻ. കൊലോസ്യർ 1:28. മനുഷ്യചരിത്രത്തിൻ്റെ എല്ലാ വഴിത്താരകളിലും ഒരു ചോദ്യം നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണത എന്താണ്? സമ്പത്തോ, പ്രശസ്തിയോ, അധികാരമോ, അതുമല്ലെങ്കിൽ ലോകം കൈയടിക്കുന്ന വിജയങ്ങളോ? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനൊരു ശ്രേഷ്ഠമേറിയ ഉത്തരമാണ് നൽകുന്നത്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിൽ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. അവൻ്റെ ലക്ഷ്യം ജനക്കൂട്ടത്തെ ആകർഷിക്കുക അല്ലായിരുന്നു, മനുഷ്യരെ ക്രിസ്തുവിൽ പക്വതയുള്ളവരാക്കുക എന്നതായിരുന്നു. കാരണം ക്രിസ്തുവില്ലാത്ത പുരോഗതി ആത്മാവിൻ്റെ ദാരിദ്ര്യമാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള പക്വതയാണ് യഥാർത്ഥ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം മനുഷ്യനെ പുറം ഭംഗിയാൽ അളക്കുന്നു. അവൻ്റെ വസ്ത്രം, വീട്, പദവി, സ്വാധീനം ഇവ കൊണ്ടാണ് മനുഷ്യൻ്റെ വില നിർണ്ണയിക്കുന്നത്. എന്നാൽ ദൈവം മനുഷ്യൻ്റെ ആത്മാവിനെയാണ് നോക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയവൻ എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവനെയാണ്. പൗലോസ് പറയുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെ അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. സഭയുടെ സന്ദേശത്തിൻ്റെ കേന്ദ്രം ഒരു മതമല്ല, അതൊരാചാരമല്ല, ഒരു ദർശനിക സിദ്ധാന്തവുമല്ല, ജീവിക്കുന്ന ക്രിസ്തുവാണ്. സഭയുടെ യഥാർത്ഥ ശക്തി വേദിയുടെ ഭംഗിയിലല്ല, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ്. വചനത്തിൻ്റെ ആഴമില്ലാത്ത പ്രസംഗങ്ങൾ ചില നിമിഷങ്ങൾ കാതുകളെ ആകർഷിച്ചേക്കാം. എന്നാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ഹൃദയങ്ങളെ മാറ്റിമറിക്കും. ഇന്ന് ലോകം അറിവിൽ വളരെ പുരോഗതി നേടിയിട്ടുണ്ട്, പക്ഷേ ആത്മാവിൽ അവൻ ക്ഷയിച്ചു പോകുന്നു. സാങ്കേതികവിദ്യ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചു, എന്നാൽ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അതിന് കഴിയുന്നില്ല. അതിനാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം പുതിയ സംവിധാനങ്ങളല്ല, ഒരു പുതിയ ഹൃദയമാണ്. ഈ ഹൃദയ പരിവർത്തനം സാധ്യമാക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. പൗലോസ് തുടർന്നും പറയുന്നു, ഏതു മനുഷ്യനെയും ഞങ്ങൾ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ആത്മീയ ഉത്തരവാദിത്വം നമുക്ക് കാണാം. പ്രബോധനം എന്നത് തെറ്റിൽ നിന്നും തിരിച്ച് വരുത്തലാണ്. ഉപദേശം എന്നത് സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തലാണ്. ദൈവവചനം ഇവ രണ്ടും ചെയ്യുന്നു. അത് ചിലപ്പോൾ മുറിവേൽപ്പിക്കും, പിന്നെ സൗഖ്യമാക്കുകയും ചെയ്യും. അത് പാപത്തെ മൂടിവെക്കുകയില്ല, വെളിപ്പെടുത്തും, പിന്നെ കൃപയുടെ വഴി തുറക്കും. ഇന്നത്തെ കാലത്ത് മനുഷ്യർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ആശ്വാസവാക്കുകളാണ്. എന്നാൽ ആത്മാവിനെ രക്ഷിക്കുന്നത് സത്യവചനമാണ്. ഒരു വൈദ്യൻ രോഗം മറച്ചു വെച്ച് ചികിത്സിച്ചാൽ ആ രോഗി മരിക്കും. അതുപോലെ ആത്മീക സത്യങ്ങൾ മറച്ചു വെക്കുന്നത് സഭയുടെ ആത്മാക്കളെ ദുർബലമാക്കും. അതുകൊണ്ട് സ്നേഹത്തോടു കൂടിയ സത്യവചനം പ്രസംഗിക്കപ്പെടണം. സകല ജ്ഞാനത്തോടും കൂടെ എന്ന പദവും വളരെ ഗൗരവമുള്ളതാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം വെറും ബുദ്ധിയുടെ പ്രകാശമല്ല, അത് ആത്മാവിൻ്റെ വിളക്കാണ്. ലോകജ്ഞാനം മനുഷ്യനെ അഭിമാനത്തിലേക്ക് നയിച്ചേക്കാം, എന്നാൽ ദൈവിക ജ്ഞാനം മനുഷ്യനെ താഴ്മയിലേക്കും ദൈവകൃപയിലേക്കും നയിക്കും. മോശ മിസ്രയീമിൻ്റെ വിദ്യകളിൽ പ്രാവീണ്യം നേടിയവനായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിലെത്തിയപ്പോൾ അവൻ തൻ്റെ ചെരുപ്പഴിച്ചു മാറ്റി. യെശയ്യാവ് ദൈവമഹത്വം കണ്ടപ്പോൾ, അയ്യോ ഞാൻ അശുദ്ധനായ മനുഷ്യൻ എന്ന് നിലവിളിച്ചു. ദൈവിക ജ്ഞാനം ലഭിക്കുന്നയിടത്ത് മനുഷ്യൻ്റെ അഹങ്കാരം ഉരുകിപ്പോകും. ഈ വചനത്തിൻ്റെ പരമോന്നത ലക്ഷ്യം അവസാന ഭാഗത്താണ് നാം കാണുന്നത്, ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. ഇവിടെ തികഞ്ഞവൻ എന്നത് പാപരഹിതനായവൻ എന്ന അർത്ഥത്തിലല്ല, പക്വതയിലേക്ക് ഉയർന്നവനെന്ന അർത്ഥത്തിലാണ്. ഒരു വിത്ത് മുളച്ച വൃക്ഷമാകുന്നത് പോലെ
ഒരു വിശ്വാസിയും ക്രിസ്തുവിൽ വളരണം. ദൈവം നമ്മെ രക്ഷിച്ചത് നിശ്ചലരായി നിൽക്കുവാനല്ല, ആത്മീയ വളർച്ചയിലേക്ക് മുന്നേറുവാനാണ്. പ്രാർത്ഥനയിൽ വളരണം, വിശുദ്ധിയിൽ വളരണം, സ്നേഹത്തിൽ വളരണം, ക്ഷമയിൽ വളരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ രൂപം കൊള്ളണം. പ്രിയരെ, ഇന്ന് പലരും ക്രിസ്തുവിനെ പരിചയപ്പെടുന്നു. എന്നാൽ കുറച്ച് പേരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതും ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുന്നതും. സഭയിൽ ദൈവസാന്നിധ്യമുണ്ടാകാം, എന്നാൽ ഹൃദയത്തിൽ മാറ്റമില്ലെങ്കിൽ ആത്മാവ് വരണ്ടു തന്നെ ഇരിക്കും. ദൈവം നമ്മെ വിളിക്കുന്നത് പേരിലുള്ള ഒരു വിശ്വാസികളാകുവാൻ അല്ല, ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള സാക്ഷികളാകുവാനാണ്. ഈ ലോകമെന്ന് പുസ്തകങ്ങളെക്കാൾ ജീവിതങ്ങളെയാണ് വായിക്കുന്നത്. നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും വലിയ പ്രസംഗം. ഒരു വിശുദ്ധ ജീവിതം പലപ്പോഴും 1000 സന്ദേശങ്ങളെക്കാൾ ശക്തിയായി ലോകത്തോട് സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ക്രിസ്തുവിൽ വളരുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വഭാവം പ്രതിഫലിക്കുന്നുണ്ടോ? എൻ്റെ വാക്കുകളിൽ കൃപയുണ്ടോ? എൻ്റെ പ്രവൃത്തികളിൽ സ്നേഹമുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഈ യാത്ര എളുപ്പമുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ അതിലേക്ക് നയിക്കുന്നു, സഹായിക്കുന്നു. വചനമെന്ന ദീപം വഴികാട്ടുന്നു, കൃപ നമ്മെ ഉയർത്തുന്നു. അതിനാൽ നമുക്ക് ലോകത്തിൻ്റെ അളവുകോലുകൾ ഉപേക്ഷിക്കാം, ക്രിസ്തുവിൻ്റെ പാപത്തിലേക്കും ക്രിസ്തുവിൻ്റെ അനുരൂപതയിലേക്കും മാറുവാൻ ആഗ്രഹിക്കാം. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ നേട്ടം ക്രിസ്തുവിനെ പോലെയാകുക എന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിലനിർത്തുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലെസ്.